30 ദിവസം കൂടെ ഞങ്ങൾ പിടിച്ചു നിൽക്കും, അതിനകം എണ്ണയുടെ വില $200 എത്തിക്കും എന്നുള്ളതാണ് ലക്ഷ്യം. നെക്സ്റ്റ് സ്റ്റോപ്പ് ഇസ് 140 എന്ന് പറഞ്ഞാൽ ഒരു 4 ദിവസം കഴിഞ്ഞാൽ ഇത് 140ലേക്ക് എത്താൻ അധികം സമയമൊന്നും വേണ്ട. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോഴാണ് ആ ഘട്ടത്തിലാണ് നമ്മൾ ട്രംപിനെ തോക്ക് പിടിച്ച് നിൽക്കുന്ന ട്രംപിൻ്റെ ചിത്രത്തെ കാണേണ്ടത്. ഒരു അടിയന്തരമായ യുദ്ധത്തിലേക്ക് തിരിച്ചു പോയില്ലെങ്കിൽ അവരുടെ പ്ലാൻ പൊളിഞ്ഞു, എക്കണോമിക് ബ്ലോക്കേഡ് വർക്ക് ചെയ്യുന്നില്ല, ഇറാൻ പിടിച്ചു നിൽക്കുന്നു, ഇറാൻ എങ്ങനെയോ എണ്ണ ഖനനം ചെയ്തെടുക്കുന്ന എങ്ങനെയൊക്കെയോ സംഭരിക്കുന്നുണ്ട് എന്ന് മനസ്സിലായ സാഹചര്യത്തിലാണ് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇതിൻ്റെ ലോകവ്യാപകമായ പ്രത്യാഘാതം എന്തായിരിക്കും? ഇത് അഫക്റ്റ് ചെയ്യാൻ പോകുന്ന രാജ്യം അമേരിക്കയല്ല തൽക്കാലം. ഇത് അഫക്റ്റ് ചെയ്തു തുടങ്ങിയ രാജ്യം യൂറോപ്പാണ്. യൂറോപ്പിന് കാര്യം മനസ്സിലായി എന്നുള്ളത് പലരും പല മേഖലയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞു. 3 രീതിയിലാണ്. ഒന്ന്, അവരുടെ റഷ്യയും ഉക്രൈനുമായിട്ടുള്ള വാറിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ അവരുടെ LPGയും അതുപോലെ തന്നെ ഓയിലുമൊക്കെ കിട്ടാനുള്ള സാധ്യത വല്ലാതെ അടഞ്ഞുപോയിരുന്നു. അമേരിക്കയുടെ വാക്ക് കേട്ട് ചെയ്തതാണ്. ഇപ്പോൾ അത് വീണ്ടും രൂക്ഷമാവുകയാണ്. 2 കൊടിയ അപമാനം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രഞ്ച് പ്രസിഡൻറ്റിൻ്റെ കുടുംബകാര്യം വരെ കയറി പറഞ്ഞ് അപമാനിക്കുകയാണ്. മൂന്നാമത്തേത്, ഗ്രീൻലാൻഡ് അടക്കം വേണമെന്ന് പറഞ്ഞും യൂറോപ്യൻ യൂണിയനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയാണ് കാണുന്നത്. യൂറോപ്യൻ യൂണിയൻ ഞങ്ങളില്ലാതെ നിലനിൽക്കില്ല എന്നൊരു അഹങ്കാരം ട്രംപിനുണ്ട്. അത് ഏറെക്കുറെ ശരിയുമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ പുതിയ പ്രപ്പോസൽ വന്നിട്ടുണ്ട്. സ്വന്തമായ ഡിഫൻസ് സംവിധാനങ്ങൾ കുറച്ചുകൂടെ ശക്തമാക്കാനും ഏതാണ്ട് $800 ബില്യൺ മറ്റ് ഒരു വലിയ പ്രോജക്റ്റ് പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ്. 1. 2, അമേരിക്കയുടെ അലൈസ് ആയിട്ടുള്ള ഏഷ്യൻ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ എണ്ണ വില വർധനവില അനുഭവിച്ചത്. ജപ്പാൻ, സൗത്ത് കൊറിയ ഇവരെല്ലാം പെടുകയാണ്. സിംഗപ്പൂരിലൊക്കെ അമേരിക്കയുമായുള്ള ബന്ധം നമുക്ക് തൽക്കാലം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് പോലും വലിയ ചർച്ചകൾ നടക്കുന്നു. ഇവരെല്ലാവരും കാണുന്നത് ചൈനയാണ്. യൂറോപ്യൻ യൂണിയൻ്റെ ആളുകളും പോകുന്നത് ചൈനയിലേക്കാണ്. ഡിഫൻസ് പ്രോജക്റ്റ് അമേരിക്കയ്ക്കല്ല പോകുന്നത്, ഡിഫൻസ് പ്രോജക്റ്റ് ചൈനയുമായി സംസാരിക്കാനാണ് പോകുന്നത്. സൗത്ത് കൊറിയയും ജപ്പാനും റഷ്യയിലേക്ക് എണ്ണ വാങ്ങിക്കാൻ പോകുന്നത് ചൈന വഴിയാണ്. അപ്പോൾ ഇവരെല്ലാവരും, അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ള കിസിഞ്ചറുടെ മഹത്തായ കോട്ടുണ്ടല്ലോ, അമേരിക്ക നിങ്ങളുടെ ശത്രുവാണെങ്കിൽ ശ്രദ്ധിക്കണം, പക്ഷേ നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ ഇറ്റ്സ് സോ ഡേഞ്ചറസ് എന്ന് പറയുന്നതാണ്. ചുരുക്കത്തിൽ ട്രംപ് എന്ന ഒറ്റ ബുദ്ധിക്കാരൻ, അദ്ദേഹം ഈ മുഴുവൻ സമയവും ഫോക്കസ് ചെയ്ത് ഇറാൻ എന്നുള്ള ഒറ്റ ലക്ഷ്യം നിൽക്കുമ്പോൾ അപ്പുറത്ത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അത് വേറൊരു വഴിക്ക് പോയി. കൂടെ ഉണ്ടായിരുന്ന സഖ്യരാജ്യങ്ങൾ മുഴുവൻ അപമാനിക്കപ്പെട്ടും സാമ്പത്തികമായ വലിയ സമ്മർദ്ദം കൊണ്ടും അമേരിക്ക ഒരു തൊല്ലയായി മാറിയെന്ന് മനസ്സിലാക്കുന്നു. ഇത് കൂടാതെയാണ് ഗൾഫ് രാജ്യങ്ങളിലെ വലിയ പ്രതിസന്ധി. ഗൾഫ് രാജ്യങ്ങളിൽ UAE ഒപെക്കിൽ നിന്ന് പിന്മാറിയത് അമേരിക്കയുടെ സമ്മർദ്ദം കൊണ്ടാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതായത് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്ക വിചാരിച്ചതുപോലെ ഇറാനെതിരെ നിലപാടെടുത്തില്ല, ഇറാനെ തിരിച്ചാക്രമിച്ചില്ല, ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തിയില്ല എന്നൊരു വലിയ പരാതി അമേരിക്കയ്ക്കുണ്ട്. ആ പരാതി ശരിയാണെന്ന് അംഗീകരിച്ച ഒരേ ഒരു രാജ്യം UAE ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് GCC യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല, ഒപെക്കിൽ നിന്നും OPEC പ്ലസിൽ പിന്നോട്ട് പോകുന്നത്. പക്ഷേ ബാക്കി രാജ്യങ്ങൾ മുഴുവനുണ്ട്. അപ്പോൾ അവിടെ അമേരിക്ക ഒരു തൊല്ലയാണെന്ന് സമ്മതിക്കുന്ന ഗൾഫിലെ ഒരു രാജ്യം ഒഴിച്ചു ബാക്കി എല്ലാവരുമെങ്കിലുമുണ്ട്. അമേരിക്കയുടെ നിലപാടിലേക്ക് പോയില്ല. അതിൽ സഹികെട്ടിട്ടാണല്ലോ UAE പിന്മാറുന്നത്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഒരു വഴിക്ക് ഇങ്ങനെ, യൂറോപ്പ് മറ്റൊരു വഴിക്ക്, ഏഷ്യയിലെ അവരുടെ വളരെ പ്രധാനപ്പെട്ട സഖ്യശക്തികളെല്ലാം ഇങ്ങനെ. ഇന്ത്യയുടെ കാര്യം നമുക്കറിയില്ല, ഇന്ത്യ ചിലപ്പോൾ മാറി ചിന്തിച്ചേക്കാം. പറഞ്ഞ് കേൾക്കുന്നത് ഒരാഴ്ച കൊണ്ട് ഈ പ്രശ്നം തീരും, ഇറാൻ തവിടുപൊടിയാകും, അപ്പോൾ നമ്മൾ ഇസ്രായേലിൻ്റെ കൂടെയും അമേരിക്കയുടെ കൂടെ നിന്നാൽ ആർക്കാ മെച്ചം? നമുക്കല്ലേ മെച്ചം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയും ഒരു നിലപാട് മാറ്റത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. ചുരുക്കം ഇതാണ്, കഴിഞ്ഞ ആഴ്ച അമേരിക്കയ്ക്കുണ്ടായിരുന്ന മേൽക്കൈ അവസാനിക്കുകയാണെന്നും എണ്ണവില വീണ്ടും വിപണിയിൽ കയറിക്കൊണ്ടിരിക്കുന്നതോടുകൂടി ഇറാൻ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ വീണ്ടും എത്തുകയും ചെയ്യുന്ന യുദ്ധത്തിലെ പുതിയൊരു ടേൺ സംഭവിച്ചിരിക്കുകയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് യുദ്ധം പുനരാരംഭിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഇറാൻ്റെ പ്രശ്നം കൊണ്ടല്ല, അമേരിക്കയ്ക്ക് ഇനിയിപ്പോൾ അറിയാവുന്ന ഒരേ ഒരു വഴി ഇതാണ്.